തലസ്ഥാന നഗരിയാകെ ഉത്സവ ലഹരിയിലാക്കി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. 25 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. വേദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് 70 ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. KSRTCയുടെ 10 ബസ്സുകളും 60 സ്കൂൾ ബസ്സുകളുമാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് ഉൾപ്പെടെ മുഴുവൻ പ്രക്രിയകളും ഓൺലൈനാക്കിയാണ് 63ാമത് സ്കൂൾ കലോത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ആണ് ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തതു മുതൽ വൻ ജനപങ്കാളിത്തമാണ് ഓരോ വേദിയിലും കാണുന്നത്. ജനപ്രതിനിധികൾ, ചെയർമാൻമാരും അധ്യാപകർ കൺവീനറുമാരുമായിട്ടുള്ള 19 കമ്മിറ്റികൾ ഇതിനായി സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പുത്തരിക്കണ്ടത്തെ ഭക്ഷണ പന്തലിലാണ് കലോത്സവത്തിനെത്തുന്ന മുഴുവൻ പേർക്കും ഭക്ഷണം വിളമ്പുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. വലിയ പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. ഒരു 15,000-ഓളം വരുന്ന കുട്ടികളുടെ പ്രതിഭകളുടെ പങ്കാളിത്തം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരോടൊപ്പം സഹകരിക്കുന്ന രക്ഷിതാക്കളും എല്ലാം കൂടെ ചേരുമ്പോൾ 25,000 പേര് ഈ 5 ദിവസക്കാലം 25 വേദികളിലായി ഒരുക്കിയിട്ടുള്ള മത്സര കേന്ദ്രങ്ങളിലേക്ക് അവരെത്തിച്ചേരും. മത്സരങ്ങൾ നടക്കും. എല്ലാവിധ അക്കോമഡേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒറ്റമൊറ്റ ജഡ്ജിങ് ആണ് വരാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. വെൽഫെയർ കമ്മിറ്റി എന്ന നിലയിൽ ഈ 5 ദിവസക്കാലം വരുന്നവർക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. കുടിവെള്ളം ട്രീറ്റ് ചെയ്ത വെള്ളമാണ് കൊടുക്കുന്നത്. അതുപോലെ ഡിസ്പെൻസർ വച്ചിട്ടുള്ള ചൂടുവെള്ളം, തണുത്ത വെള്ളം, നോർമൽ വെള്ളം ഇവ കൊടുക്കുന്നുണ്ട്. ഔഷധ കൂട്ടുചേർത്ത ചൂടുവെള്ളവും കൊടുക്കുന്നുണ്ട്. മാലിന്യം അതത് ദിവസത്തെ അതത് സമയത്ത് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വലിയ പങ്കാളിത്തമാണ് തിരുവനന്തപുരം ജില്ലയിലെ 63ാമത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നഗരം കാണാൻ പോകുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഉദ്ഘാടന ചടങ്ങ് തന്നെ കൃത്യം ഷെഡ്യൂൾ പ്രകാരം 1 മണിക്കൂർ ആ ഷെഡ്യൂൾ പ്രകാരം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മാലിന്യ സംസ്കരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ആരും മാലിന്യം വലിച്ചെറിയാതിരിക്കുക, കൃത്യമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിൽ മാലിന്യം നിക്ഷേപിക്കുക, പരമാവധി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ക്രമീകരണങ്ങളുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ നിൽക്കുന്ന വേദി MT സാറിൻ്റെ പേരിലുള്ള MT നിളാവേദിയും അതുപോലെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തിലെ ഭക്ഷണശാലയിലുമാണ് കൂടുതലായിട്ട് നമ്മൾ തൊഴിലാളികളെ വിന്യസിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ആളുകൾ വരുന്നതും മറ്റത് ഭക്ഷണശാലയാണ്. അപ്പോൾ ആ ഭക്ഷണശാലയിലടക്കം കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അക്കോമഡേഷൻ സെൻറ്ററുകളിൽ കൃത്യമായ ഇടവേളകളിൽ സാനിറ്ററി നാപ്കിൻ അടക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഇപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി വിവിധ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്കോമഡേഷൻ സെൻറ്ററിലേക്ക് പോകേണ്ട സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ലൊക്കേഷൻ സഹിതം കിട്ടി ആ സെൻറ്ററിലേക്ക് പോകാൻ, കൃത്യമായി ട്രാഫിക് ഇല്ലാതെ തന്നെ സെൻറ്ററിലേക്ക് പോകാനുള്ള തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. അതും നല്ല മികച്ച നിലയിൽ തന്നെ രാവിലെ ഇത്രയും വലിയ ഗംഭീര പരിപാടി നടത്തിയിട്ടും വലിയ വിഷയമില്ലാതെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. തുടർന്നുള്ള കാര്യങ്ങളും അത്തരത്തിൽ തന്നെ ആലോചിച്ച് നടപ്പിലാക്കാനാണ്. ഓരോ വർഷവും പുതിയ ആളുകൾ പുതിയ രീതികളിൽ അവരുടെ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് സജീവമായിട്ട് കേരളം അത് കാണുന്നുണ്ട് എന്നുള്ളതിനാണ് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ എപ്പോഴും എല്ലാ കുഞ്ഞുങ്ങളോടും പറഞ്ഞത്, ഇതൊരു മത്സരമായിട്ടല്ല കാണേണ്ടത്, ഇത് അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള ഒരു വേദിയാകുക എന്നാണ്. അപ്പോൾ ആ വേദിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത് ഇതൊരു വലിയ കളക്റ്റീവായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ നേരിട്ട് കാണാനും അവരുടെ
കുട്ടിക്കാലം മുതൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഈ ഒരു ഉത്സവത്തിൻ്റെയും ഭാഗമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണകരമായി മാറുന്നതാണ്. ആ രീതിയിൽ ഈ കലോത്സവത്തെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾ കാണണം. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് മത്സരമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലൂടെ. മത്സരമുണ്ട്, മത്സരമില്ലാതെ പോകുന്നില്ല. പക്ഷേ ആ മത്സരം ജീവിക്കുമ്പോൾ ജീവിതത്തെ എത്രത്തോളം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദേശവാർത്തകൾ വിരൽത്തുമ്പെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി. വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം. പ്രവാസി ആംബുലൻസ് സർവീസ് 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച 2 വീലർ സ്പെയർ പാർട്സുകൾക്ക് MJ ഓട്ടോമൊബൈൽസ് കാട്ടാക്കട.